എക്സ്ക്യൂസ് മീ, കാക്ക തൂറിയെന്നാ തോന്നുന്നത്. ഈ ഡയലോഗ് ഒരു മലയാളിയും മറക്കില്ല. ചിരിയുണർത്തുന്ന സംഭാഷണങ്ങളുമായി അപ്പുക്കുട്ടനായും മായൻകുട്ടിയായും അതുപോലെയുള്ള 100-ലധികം കഥാപാത്രങ്ങളായും മലയാളിയെ ചിരിപ്പിച്ച നടനാണ് ജഗദീഷ്. അധ്യാപകനിൽ നിന്ന് വെള്ളിത്തിരയിലെ ചിരിയുണർത്തുന്ന ജഗദീഷായി എത്ര വേഗമാണ് മലയാള സിനിമയിൽ സ്വന്തമായൊരു സ്ഥാനം നേടിയെടുത്തത് ഈ നടൻ. തമാശയൊക്കെ പണ്ട്, ഇപ്പോൾ വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളുമായി ഒരു വരവ് കൂടി വന്നു ജഗദീഷ്. മലയാള സിനിമയിലെ ഏതു തലമുറയ്ക്കുമൊപ്പം ജഗദീഷുണ്ട്. ചിരിക്കുടുക്കയായും നോട്ടം കൊണ്ടുപോലും ഭീതി ഉണർത്തുന്ന വില്ലനായും ജീവിത പന്താവിൽ ഏറെ കഷ്ടതകൾ സഹിച്ച അച്ഛനായും ഹാപ്പി ഗോ ലക്കി കഥാപാത്രങ്ങൾ ആവാഹിച്ച നടനായുമൊക്കെ. ജഗദീഷിന് 71ാം പിറന്നാളാണ് ജൂൺ 12-ന്. ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം പ്രായമൊക്കെ വെറും നമ്പറാണ്. എങ്കിലും മലയാളം സന്തോഷത്തോടെ ജഗദീഷിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. ഒപ്പം ഞങ്ങളും. അനവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും രസതന്ത്രവും ഒക്കെ ജഗദീഷ് വെള്ളിത്തിരയിൽ കോറിയിട്ട് കഴിഞ്ഞു. മായൻകുട്ടിയും അപ്പുക്കുട്ടനും മാത്രമല്ല, ലീലയിലെ തങ്കപ്പൻ നായരും മാർക്കോയിലെ ടോണി ഐസക്കും ധീരനിലെ അബ്ബാസും ഓസ്ലറിലെ ഡോക്ടർ സേവി പുന്നൂസും താലിമിയിലെ ചന്ദ്രനും മധുവിധുവിലെ ആഞ്ഞിലിമുട്ടിൽ രാജ്കുമാറും ഒക്കെയായി പുതിയ തലമുറയിലെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജഗദീഷ് ഇന്ന്. അഭിനയ സാധ്യതയുള്ളവയും അഭിനയ പ്രധാനവുമായ കഥാപാത്രങ്ങളിൽ ജഗദീഷ് തന്റെ നടന ചാതുരി പ്രദർശിപ്പിക്കുമ്പോൾ എത്ര ഗംഭീരമാണ് ഈ അഭിനേതാവിന്റെ പ്രകടനങ്ങളെന്ന് ആരും സമ്മതിച്ചു പോകും, കൈയടിക്കും. പുതിയ കാലത്തിന്റെ സിനിമയിൽ പഴയ കാലത്തേതുപോലെ തന്നെ പ്രശസ്തനായി ജനപ്രിയനായി നിൽക്കാൻ ജഗദീഷിന് കഴിയുന്നത് അദ്ദേഹം അഭിനയത്തിൽ നടത്തുന്ന പുതിയ കണ്ടെത്തലുകളാണെന്നത് ശ്രദ്ധേയമാണ്. പുതിയ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള അഭിനയം ജഗദീഷ് നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ മുഴുവൻ മാർക്കോടും കൂടി വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരം ശ്രമങ്ങളാണ് അദ്ദേഹത്തെ ഒരു മികച്ച നടനാക്കുന്നതും. ജഗദീഷിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒപ്പം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.